തലസ്ഥാനത്ത് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മത്സരം നടന്ന ഒരു സ്റ്റാർ മണ്ഡലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നേമം മണ്ഡലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അത് നമുക്കറിയാം, ഏവർക്കും സുപരിചിതമായ നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷനുകൾ, പ്രതീക്ഷ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ നേമം മണ്ഡലത്തിലെ പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ശതമാനത്തിൽ വർധനമടക്കം ഉണ്ടായിട്ടുണ്ട്. ഇത് ഏത് ട്രെൻഡാണ് ഇത് സൂചിപ്പിക്കുന്നത്? എന്താണ് പ്രതീക്ഷ? ഒന്ന് ആദ്യമേ തന്നെ ഞങ്ങൾ വിലയിരുത്തി ഇതുപോലെ നിയമമണ്ഡലത്തിൽ അവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപിച്ചവരെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി, പരസ്യ ചർച്ചയ്ക്ക് വേണ്ടി വെല്ലുവിളി നടത്തിയിട്ടും BJPയുടെ സ്ഥാനാർത്ഥി വരുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. മറ്റൊരു കാര്യം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. 10 വർഷക്കാലമായി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ നന്നായി തന്നെ സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് വിരുദ്ധ വികാരമൊന്നും കാണുന്നതിന് വേണ്ടി കഴിയില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ 2 പ്രാവശ്യം അവിടുത്തെ MLA ആയിട്ടും ഇപ്രാവശ്യം മന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ തന്നെ മണ്ഡലത്തിലെ ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടി കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റത് ഈ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ഭവിഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ വലിയ ഉത്കണ്ഠയാണ് ഉള്ളത്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളാണ് രാവിലെ മുതൽ ഏറ്റവും കൂടുതലായിട്ട് ഉച്ചവരെ ക്യൂവിൽ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മത്സരം നടന്നത് BJPയും LDFും തമ്മിലാണ്. UDF 3-ാം സ്ഥാനത്ത് നിൽക്കുകയുള്ളൂ. കാരണം നേമത്ത് നടന്നിട്ടുള്ള 3 മത്സരങ്ങളിലും 2 മത്സരങ്ങളിൽ UDFന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. ഒരു മത്സരത്തിൽ മാത്രമാണ്, ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ മാത്രമാണ് 35,000 വോട്ട് BJPക്ക് കിട്ടിയത്. കോൺഗ്രസ്സിന് കിട്ടിയത്. അപ്പം അതുകൊണ്ട് UDF ജയിക്കുമെന്നുള്ള ഒരു തോന്നൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലില്ല. മറ്റ് സാധാരണ വോട്ടർമാരുടെ ഇടയിലും ഇല്ല. അപ്പോൾ മത്സരം നടക്കുന്നത് LDFും BJPയും തമ്മിലാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് ഇന്നലെ കാണാൻ കഴിഞ്ഞ ഒരു പ്രകടനത്തെ വെച്ച് നോക്കുമ്പോൾ LDFന് ജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, ഈ BJPയും UDFും അവർ രണ്ടുപേരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ LDFന് തോൽപ്പിക്കുക എന്നുള്ളതാണ്. UDFന് ജയിക്കണമെന്ന് താല്പര്യമില്ല. അവർ ന്യൂനപക്ഷ മതേതര വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. എന്ന് മാത്രമല്ല, വളരെ ഗൗരവത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്താൽ തീർന്നില്ലെങ്കിൽ കോടതികൾ പോലും ഇടപെടേണ്ട ഒരു വിഷയമാണ് ഈ പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള BJPയുടെ തന്ത്രം. എത്രമാത്രം മദ്യമാണ് ഒഴുക്കിയിരിക്കുന്നത്. ഇവിടെ 2-3 സ്ഥലങ്ങളിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. BJPയുടെ അനുഭാവികളെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു നാണവുമില്ല, ഒരു കുലുക്കവുമില്ല. ഇതെല്ലാം വന്ന ശേഷം പാലക്കാട് ആ സംഭവം പത്രങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള സംഭവമാണ്. കാശ് ഗൂഗിൾ പേ നടത്തുകയാണ്. ഒരു കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത്. ഇവിടെ തന്നെ ഒരു RMSൽ നിന്ന് 4 ബോക്സ് ഒരു കാറിൽ കൊണ്ടുപോയതിനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷണറോട് നേരിട്ട് പരാതിപ്പെട്ടതാണ്. കാറിൻ്റെ നമ്പരും പറഞ്ഞു. ഇപ്പോൾ പറയുന്നു കാറ് ആ നമ്പർ കള്ള നമ്പറായിരുന്നു, ഒരു ബൈക്കിൻ്റെ നമ്പറായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മദ്യവും സമ്പത്തും ജോലി വാഗ്ദാനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരും അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായിട്ട് ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ കാര്യങ്ങളും വികസന കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന വിവരം ഇത്രയും തരംതാണ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പാടില്ലാത്ത നിലയിലുള്ള
പിന്നെ ഈ മദ്യവും പണവും ഒഴുക്കുന്ന രീതിയാണ് BJP പിന്തുടർന്ന് വരുന്നത്. ഇത് പക്ഷേ ഇത് ഒരുപാട് നാളെ നീണ്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് ആണെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ചർച്ച തിരിച്ചു വിടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ശ്രീ രേവന്ത് റെഡ്ഡി വന്നല്ലോ ഇവിടെ. അതിൻ്റെ അദ്ദേഹം സംസാരിക്കേണ്ടത് എന്തായിരുന്നു? കേരളത്തിൽ നടന്ന വികസനം അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനമുണ്ടല്ലോ BJP അല്ലാത്ത ഗവൺമെൻറ്റുകളോട്. അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത്. എത്ര തറ ഭാഷയിലാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ തന്നെ മുഖ്യമന്ത്രിമാരിൽ വെച്ച് സീനിയർ മുഖ്യമന്ത്രി, സീനിയർ പൊളിറ്റിക്കൽ ലീഡർ, ഒരു ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ എത്ര മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചർച്ച തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും, വികസന പ്രശ്നങ്ങളിൽ നിന്നും, 10 വർഷത്തെ ഈ ഗവൺമെൻറ് നേട്ടങ്ങളിൽ നിന്നും ചർച്ച തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ PROമാർ കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ചാണ് ഇത് പറയുന്നത്. അദ്ദേഹമാണെങ്കിൽ തിരിച്ച് CM മുഖ്യമന്ത്രി മറുപടി കൊടുത്ത് ഇതിനേക്കാൾ വലിയ കടുത്ത ഭാഷയിൽ മറുപടി കൊടുക്കേണ്ടതാണ്. കേരളത്തിൽ വന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ. അദ്ദേഹത്തിൻ്റെ ചരിത്രമാണെങ്കിൽ അദ്ദേഹം അഴിമതി കേസ് ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. നേരത്തെ ABVPയുടെ ദേശീയ നേതാവായിരുന്നു. അതിൽ നിന്ന് ചാടി കോൺഗ്രസിൽ വന്നതാണ്. അങ്ങനെ കാലുമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും അഴിമതിയുടെയൊക്കെ തന്നെ ചരിത്രമുള്ള അദ്ദേഹമാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ എതിരായിട്ടുള്ള, ഞാൻ വീടുകളിലൊക്കെ തന്നെ പോയ അവസരത്തിൽ നമ്മളോട് താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള നിലയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചർച്ച, വികസന ചർച്ച, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലുള്ള സമീപനം, ഇത്തരം കാര്യങ്ങളിലെ ചർച്ച മാറ്റിവിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് UDF നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഉറപ്പാണ് LDF അധികാരത്തിൽ മൂന്നാമത്തെ പ്രാവശ്യം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ 100+1, 100+1 അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. അതെല്ലാം ആഗ്രഹങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ അങ്ങ് സൂചിപ്പിച്ചു ഈ നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFനെ പരാജയപ്പെടുത്തുക, ഇതായിരുന്നു കോൺഗ്രസിൻ്റെയും BJPയുടെയും മുഖ്യ അജണ്ട എന്ന രീതിയിൽ കാര്യം സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലൊരു നീക്കുപോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് അവിടെ കേന്ദ്രീകരിക്കുകയാണ്. അവിടെ എത്ര കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ UDFന് ഇതുവരെ അവിടെ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ മതേതര ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നേരിൽ കണ്ടിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം UDFൻ്റെ ഇൻ ഏജൻറ്റും ഔട്ട് ഏജൻറ്റും ഒന്നും ഇല്ലായിരുന്നു. അവിടെ എല്ലാം അവർ പഴയതുപോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തനരംഗത്ത് മാറി നിൽക്കുകയോ ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഈ നിയമമണ്ഡലം കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവാണ്. ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള വർധനവ് അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണോ LDFനെ സംബന്ധിച്ച്? LDFനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശങ്കയുടെ പ്രശ്നമില്ല. ജനങ്ങൾ നിലവിലുള്ള ഗവൺമെൻറ്റിന് അനുകൂലമായി പ്രതികരിച്ചതാണ്. നിയമത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി പ്രതികരിച്ചതാണ്. MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ഉത്കണ്ഠയുടെയും പ്രശ്നമില്ല. അതുതന്നെയാണ് V ശിവൻകുട്ടി നിയമമണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, തലസ്ഥാനത്തിൻ്റെ മന്ത്രി, അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് അത് ഒരു തരത്തിലും ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒന്നല്ല, മറിച്ച് LDFന് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന, ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.